ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന പ്രാർത്ഥനയിലും ദൈവവചനത്തോടും ചേർന്ന് എന്നോടൊപ്പം സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ദൈവവചനം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം എൻ്റെ 1-ാമത്തെ വാക്യം. സിയോനിൽ കാഹളം ഊതുവിൻ, എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പിൻ. യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ടും അത് അടുത്തിരിക്കുന്നത് കൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ എന്ന് അവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഈ ദൈവവചനത്തെ ആസ്പദമാക്കി നാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി, രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നിങ്ങളും എന്നോടൊപ്പം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഈ സമയത്ത് ആഹ്വാനം ചെയ്യുക. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഈ മതത്തിൻ്റെ കെട്ടുകൾ പൊട്ടി മതത്തിൻ്റെ ചട്ടക്കൂടുകൾക്കകത്ത് നിൽക്കാതെ മതത്തിനൊരു വേലിക്കെട്ടുണ്ട്. ആ വേലിക്കെട്ടുകളെ തകർത്തിട്ട് നാം കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി, നാം അനുഭവിക്കുന്ന കഷ്ടതകൾ മനസ്സിലാക്കി ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി നാം അയ്യം വിളിക്കണം, നിലവിളിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നാം വായിച്ച ദൈവവചനം യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായമാണല്ലോ. ആ 2-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 10 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ യോവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ പറയുന്ന വെട്ടുക്കിളി ബാധ പോലെ ഒരു കഠിനമായ ആക്രമണത്തെക്കുറിച്ചാണ് ഈ 2-ാം അധ്യായത്തിലും പറയുന്നത്. ചില ചരിത്രരേഖകൾ പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചെങ്കടൽ കടന്നു വന്ന വെട്ടുക്കിളി കൂട്ടത്തിന് 100 മൈൽ നീളവും 15 മൈൽ വീതിയും 3 മൈൽ ആഴവും ഉണ്ടായിരുന്ന അതുപോലെ ഒരു ആക്രമണത്തെയാണ് നാം ഈ വേദപുസ്തക ഭാഗത്ത് വായിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഇതുപോലെ തന്നെയാണ് ഇന്ന് നാം അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്ന് പറയുന്നത്. ഇസ്രായേലും ഇറാനും അമേരിക്കയുമായുള്ള പൊരിഞ്ഞ യുദ്ധത്തിൽ നിരപരാധികളായിരിക്കുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ, പ്രായമായവർ എത്ര പെട്ടെന്നാണ് അല്ലെങ്കിൽ മരിച്ചു വീണത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നിരപരാധികൾ ഒരു തെറ്റും ചെയ്യാത്തവരാണ് ക്രൂശിക്കപ്പെടുന്നത്. അത് ഇസ്രായേലിലായിരുന്നാലും ഇറാനിലായിരുന്നാലും പശ്ചിമേഷ്യൻ ഗൾഫ് രാജ്യങ്ങൾ എവിടെയായിരുന്നാലും നാം അവരെ ഓർത്ത് നിലവിളിച്ച് കരയുക. ഇവിടെ ജാതിയോ മതമോ അല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നതും എനിക്ക് തന്നിരിക്കുന്ന ദൈവിക കാഴ്ചപ്പാടനുസരിച്ചും ഈ പ്രതിസന്ധികൾ കാണുമ്പോൾ നാം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇപ്പം ചെങ്കടൽ കടന്നു വന്ന ഈ വെട്ടുക്കിളി കൂട്ടത്തിൽ 100 മൈൽ നീളം, 15 മൈൽ വീതി, 3 മൈൽ ആഴമെന്ന് പറയുമ്പോൾ അതൊന്നിച്ച് പറന്നു വരുമ്പോൾ ആകാശം പോലും കറുത്തിരുണ്ട് ഭൂമി മുഴുവൻ ഹല്ലേലൂയ ഇരുണ്ട് പോകുമായിരുന്നാണ് പറയുന്നത്. അതൊരു സ്ഥലത്ത് ഒന്നിച്ച് വന്നിരിക്കുമ്പോൾ നിമിഷ നേരം കൊണ്ട് ആ ദേശത്തിലെ സകല വൃക്ഷങ്ങളും തിന്ന് നശിപ്പിക്കും. എല്ലാം മരുഭൂമി സമാനമായി മാറും. അതുപോലെ തന്നെയല്ലേ ഇന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ, എല്ലാ രാജ്യങ്ങളും രാജ്യത്തെ ചുട്ടൊതുക്കുവാൻ അല്ലെങ്കിൽ കത്തിച്ച് കളയാൻ കഴിയുന്ന ബോംബുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇറാനിലും ഇസ്രായേലിലും അമേരിക്കയുമായുള്ള യുദ്ധത്തിൽ എത്രയോ ആയിരക്കണക്കിന് ജനങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്, മരണപ്പെടുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ എത്രയോ ആയിരങ്ങൾ മരണപ്പെടുന്നു. എന്തെല്ലാം നാശനഷ്ടങ്ങൾ. വെട്ടുക്കിളി കൂട്ടം വന്ന് സകലവും നശിപ്പിക്കുന്നത് പോലെ ഈ ബോംബുകളും മിസൈലുകളും വന്ന് വീഴുന്നിടം എത്ര പെട്ടെന്നാണ് തരിശു ഭൂമിയായി ചാരമായി മാറുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നോടൊപ്പം സഹകാരികളായി മാറുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു നല്ല പകലൂടെ ദൈവം തന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, ഞങ്ങളുടെ രാജ്യങ്ങളെ, 7 ഭൂഖണ്ഡങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വമേറിയ കരം ഇന്ന് പകൽ കർത്താവേ രാജ്യങ്ങളുടെ മേൽ നീട്ടേണ്ടനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഇസ്രായേലിന് വേണ്ടി, ഇറാന് വേണ്ടി, അമേരിക്കയ്ക്ക് വേണ്ടി, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ 7 ഭൂഖണ്ഡങ്ങളെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളിലും
ഏഷ്യൻ രാജ്യങ്ങളും ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക് രാജ്യങ്ങളിലായി 800 കോടിയിലധികം ജനം സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ കണ്ണുനീരിൽ കൂടെ കടന്നു പോകുമ്പോൾ കർത്താവേ, ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഈ സാഹചര്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ലോക സമാധാനം കർത്താവ് നൽകണമേ. ഇസ്രായേലും ഇറാനും അമേരിക്കയുമുള്ള യുദ്ധത്തിന് ശാശ്വതമായ പരിഹാരം വരുവാൻ കർത്താവെ, രക്തസാക്ഷിത്വം അല്ലുടിയ ജനക്കൂട്ടത്തോടെ മരിക്കുന്ന ആ കാഴ്ചകൾ കാണുമ്പോൾ കർത്താവ് വളരെ വേദനയോടെ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഈ യുദ്ധം മുഖാന്തരം കർത്താവെ, വളരെ ക്ഷാമങ്ങൾ, പാചകവാത ഗ്യാസുകളടക്കം പലതും കിട്ടാതെ പല മേഖലയിലും അടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ കർത്താവെ, ഒരു വലിയ ശാശ്വതമായ പരിഹാരത്തെ ദൈവം നൽകി കർത്താവ് ആശ്വാസം നൽകണമേ. രാജ്യങ്ങൾ തമ്മിൽ സമാധാനത്തിലേക്ക് വരുവാൻ എത്ര ഭയാനകമായ തെറ്റുകളായിരുന്നാലും അവ പറഞ്ഞ് പരിഹരിച്ച് കർത്താവെ, സ്നേഹത്താൽ ഒന്നിച്ച് രാജ്യങ്ങൾ മുന്നോട്ട് കടന്നു പോകുവാൻ ഇപ്പോൾ നടക്കുന്ന യുദ്ധസമാനമായ വിഷയങ്ങൾക്ക് ഒരാശ്വാസം കർത്താവ് നൽകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, എല്ലാ രാജ്യങ്ങളും ആയുധം ശേഖരിച്ചതുകൊണ്ട് അനവധി ആളുകളുടെ ജീവൻ മരണപ്പെടുമ്പോൾ, അനവധി ആളുകൾ കർത്താവെ മരിച്ചു വീഴുമ്പോൾ അതിൻ്റെ നടുവിൽ ഒരു ആശ്വാസം കർത്താവ് നൽകണമേ. ലോക സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽ കർത്താവെ, രാജ്യത്ത് നടക്കുന്ന, ലോകരാജ്യങ്ങളിൽ നടക്കുന്ന എല്ലാ യുദ്ധങ്ങളും നിർത്തൽ ചെയ്യേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ പരസ്പരം സ്നേഹിപ്പാനും പരസ്പരം മനുഷ്യൻ കർത്താവെ കരുതുവാനും അന്യോന്യം പൊറുക്കുവാനും ഒക്കെ കുറവ് കൊടുക്കണമേ. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിനും വാർദ്ധക്യത്തിനും നിരാലും വിത്തരും അശ്വരനും യാചകരും ഓർഫണേജ്, ഓൾട്ടേജും യുവൽ ഹോമിൽ തടവറയിലായിരിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ കർത്താവെ, കർത്താവെ, തെറ്റുകുറ്റങ്ങൾ ചെയ്യാതിരുന്നിട്ടും അവർ നിരപരാധികളായിരുന്നിട്ടും പെട്ടെന്നുണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് മുഖാന്തരം അനേകരും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുകയാണ്. അതിന് നടുവിൽ ഇന്ന് പകൽ കർത്താവയുടെ നെയ്യം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ ദൈവപ്രവർത്തിക്കായി അടിയും പ്രാർത്ഥിക്കുന്നു. ജനത്തിൽ സമാധാനം ഉണ്ടാകണം. കർത്താവെ, ഞങ്ങളുടെ രാജ്യരാഷ്ട്ര തലവന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവരെ, രാജ്യങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാരെ, രാജ്ഞിമാർ, പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റുമാർ, ഗവർണർമാർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി മേഖല, ട്രൈബൽ മേഖലയിലായിരിക്കുന്ന സകല ജനത്തെ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ഭൂമി മുഴുവൻ വർഗീയതയും തീവ്രവാദവും ഭീകരവാദവും പെരുകി മനുഷ്യൻ പരസ്പരം സ്നേഹിപ്പാൻ കഴിയാതെ തമ്മിലടിച്ചു മരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവെ, അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ജീവനെ യാതൊരു വിലയും കൽപ്പിക്കാതെ അവയെ കർത്താവെ വിവിധമായ മാർഗങ്ങളുടെ നശിപ്പിക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തികളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുകയാണ്. കർത്താവെ, സമാധാനം കൊടുക്കണമേ, സന്തോഷം കൊടുക്കണമേ. ജീവൻ പൊലിഞ്ഞു പോകുവാൻ കർത്താവെ, ഹല്ലേലൂയ, ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുകയാണ്. എത്രയോ യുവതിയുവാക്കന്മാർ, ശൈശവത്തിലായിരിക്കും കുഞ്ഞുങ്ങൾ, അവർ ജീവിതത്തിൻ്റെ ഒരു ഭാഗവും എത്താതെ വണ്ണം ഈ ലോകത്തുനിന്ന് വളരെ ക്രൂരമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. കർത്താവെ, രാജ്യരാഷ്ട്രത്തലവന്മാർക്ക് സമാധാനം കൊടുക്കണമേ. പ്രതികാര മനോഭാവം, ഹല്ലേലൂയ, പശ്ചിമേഷ്യയിലൊക്കെ ആയിരിക്കുന്ന എത്രയോ ആളുകളാണ് മരണപ്പെടുന്നത്. കർത്താവെ, ഞങ്ങളുടെ ഉറ്റവരും ഞങ്ങളുടെ ബന്ധുക്കളും ഞങ്ങളുടെ സന്തത സഹചാരികളും ഞങ്ങളുടെ കൂട്ടുമിത്രങ്ങളും ഞങ്ങളുടെ ദേശവാസികളും അയൽവാസികളുമായി ഞങ്ങളെ സ്നേഹിക്കുന്നവരും ഞങ്ങൾ അറിയുന്നവരും ഞങ്ങൾ അറിയാത്തവരുമായിരിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഈ കഷ്ടതയിലൂടെ കടന്നു പോകുന്നു. അതിൻ്റെ നടുവിൽ കർത്താവെ, ഒരു ആശ്വാസത്തിനായി ഞങ്ങൾ നിലവിളിക്കുകയാണ്. പട്ടണത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, രാഷ്ട്രങ്ങൾക്ക് വേണ്ടി അയ്യം വിളിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ, അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തണമേ. മനുഷ്യൻ മദ്യത്തിനും മയക്കുമരുന്നിനും പാൻമസാലകൾക്കും ലഹരി പദാർത്ഥങ്ങൾക്ക് സകല ധാർമ്മികതയും ജഡികമായ ജീവിതങ്ങളും സകല അശുദ്ധിയും അധർമ്മവും വിട്ട് മടങ്ങി വന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മരക്ഷ പ്രാപിപ്പാൻ ഈ ജനത്തിൻ്റെ ആത്മീയ കണ്ണ് തുറക്കണമെന്നായി പ്രാർത്ഥിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട ജാതികളെയും മൂടുന്നു. നിന്റെ മേലോഹോയുടെ തേജസ് വന്നിരിക്കുന്ന ദൈവവചനം വായിക്കുന്ന പോലെ ഈ അന്ധകാരത്തിൽ വീണ് കിടക്കുന്ന ആയിരക്കണക്കിന് ജീവിതങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷൻ്റെ ഭാഗത്തേക്ക് മടങ്ങി വരുവാൻ കർത്താവെ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സ്ഥാനമാനങ്ങളും കർത്താവെ അധികാരങ്ങളും അതല്ല, ഈ ഭൂമി താൽക്കാലികമാണ്. മനുഷ്യൻ നഗ്നനായി വന്ന് നഗ്നനായി തന്നെ മടങ്ങിപ്പോകുന്ന തിരിച്ചറിവുണ്ടായി. പരസ്പരം സ്നേഹിപ്പാനുള്ള കൃപ കൊടുക്കണമേ. ഹല്ലേലൂയ. മത നേതാക്കന്മാർക്കൊരു മാനസാന്തരം കൊടുക്കുവാൻ, രാഷ്ട്രീയ നേതാക്കന്മാർക്കൊരു മാനസാന്തരം കൊടുക്കണമായി. ചലച്ചിത്ര മാധ്യമ മീഡിയ രംഗങ്ങളിൽ നിൽക്കുന്ന സകല ജനങ്ങളെയും, എല്ലാ സയൻറ്റിസ്റ്റുകളും എഞ്ചിനീയർമാരെയും ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ഒരു സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് കർത്താവെ മനുഷ്യജീവിതം നരകിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ആമേൻ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഭാരപ്പെടുമ്പോൾ അതിൻ്റെ നടുവിലൊക്കെ ഒരു ആശ്വാസത്തിനായി ഇന്ന് പകലടിയും നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ വ്യാപാര മേഖലകളും സ്തംഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വഴിയോര കച്ചവടങ്ങളെല്ലാം തകരുമ്പോൾ, ഹല്ലേലൂയ, പാടത്തും പറമ്പിലും കോറിയിലും കല്ലിനോടും മണ്ണിനോടും പണിയെടുക്കുന്ന അനവധി ആളുകൾ, ആമേ കടലോരവാസികൾ, തീരദേശവാസികൾ, ആഴക്കടൽ മത്സ്യബന്ധനായി കടന്നുപോയിരിക്കുന്നവർ, കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്നവർ, 2 വീലും 3 വീലിനും 4 വീലിനും ഒക്കെ യാത്ര ചെയ്യുന്നവർ, ഹെവി വാഹനം ഓടിക്കുന്നവർ, പലരും ഇന്ന് സുരക്ഷിതമല്ലാതെ പല രാജ്യങ്ങളിലായി കഷ്ടം സഹിക്കുന്നു. കർത്താവെ, വേദനയോടെ കടന്നു പോകുന്നു. കിടന്നുറങ്ങുന്ന വീട്ടിൽ പ്രഭാതത്തിൽ എഴുന്നേൽപ്പാൻ കഴിയുമോ എന്നറിയാതെ പലപ്പോഴും മിസൈലുകളും ബോംബുകളും വന്നു വീണ് ആയിരക്കണക്കിന് ജനങ്ങൾ മരിച്ചു വീഴുമ്പോൾ, അതിൻ്റെ നടുവിൽ കർത്താവെ, സാത്താന്യ ശക്തികൾ സന്തോഷിപ്പാണ്ടേയാകാതെ കർത്താവെ, അതിൻ്റെ അറുതി വരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ജീവിതം ഒരിക്കൽ മാത്രമാണെന്ന് മനസ്സിലാക്കി ലഭിച്ച സമയം ജീവിതം സമാധാനപരമായി ചെയ്യുവാൻ, സ്നേഹത്തോടെ അത് ചെയ്യുവാൻ, സന്തോഷത്തോടെ അത് ചെയ്യുവാൻ, ഈ ജനത്തിൻ്റെ ആത്മീയ കണ്ണ് തുറക്കുവാൻ ഞങ്ങൾ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. പാപത്തിൻ്റെ വശീകരണത്തിനകത്ത് അകപ്പെട്ടു പോകാതെ ജനം മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് നിത്യജീവൻ്റെ അവകാശികളായി തീരുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ മേഖലയിൽ പണിയെടുക്കുന്നവർ, ഹല്ലേലൂയ, കർത്താവ്, ട്രേഡ് യൂണിയൻ പണിയെടുക്കുന്നവർ, അവരെയൊക്കെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയും പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലയിലും കർത്താവെ, ഒരു ശുദ്ധീകരണം നടക്കണമേ. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തമ്മിലടിച്ചും കലഹിച്ചും രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി മനുഷ്യൻ പരസ്പരം സ്നേഹമില്ലാതെ ആമേൻ രക്തച്ചൊരിച്ചിൽ അഴിച്ചുവിടുന്ന ഈ കാലഘട്ടത്തിൽ, അധികാരത്തിന് വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഈ കാലഘട്ടത്തിൽ, ഹല്ലേലൂയ, ജനം മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ പ്രാർത്ഥിക്കുകയാണ്. ആമേ, മതത്തിൻ്റെ പേരിൽ രാഷ്ട്രീയം വളർത്തി, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മതം വളർത്തി, ആമേ കർത്താവെ, അതൊരു വിഷമായി മാറി മനുഷ്യൻ പരസ്പരം സ്നേഹിപ്പാൻ കഴിയാതെ അക്രമങ്ങളുടെ രാജകത്തിൽ വീഴുമ്പോൾ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമാധാനം നൽകണമേ. ഹല്ലേലൂയ. കർത്താവെ, മനുഷ്യൻ്റെ ജീവിതം അല്പം മാത്രമാണ്, അത് താൽക്കാലികമാണ്, അങ്ങറിയുന്നല്ലോ. ആമേൻ. കർത്താവെ, സൃഷ്ടവായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ പകലയ്യം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങൾക്കെല്ലാം ഒരു അറുതി വരണമേ. രാജ്യരാഷ്ട്രങ്ങളെല്ലാം നിർമ്മിച്ചു വെച്ചിരിക്കുന്ന എല്ലാ അണ്വായുധങ്ങളും ബോംബുകളും എല്ലാ മിസൈലുകളും കർത്താവെ നിർവീര്യമായി മാറുവാൻ, അതിൻ്റെ ശക്തിയിലെ ക്ഷയിക്കുവാൻ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. നിരപരാധികളായിരിക്കുന്ന ജനത്തിൻ്റെ ജീവൻ അപഹരിക്കുന്ന വിധത്തിൽ ആമേ ഭരണ സംവിധാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിലൊരു മാറ്റത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ മഹത്വമേറിയ കരം വെളിപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കുടുംബങ്ങൾ ഛിന്ന ഭിന്നമായി മാറി, കുടുംബജീവിതം തകർന്ന്, ഭാര്യഭർത്തൃ ജീവിതങ്ങൾ തകർന്ന്, തലമുറകളെല്ലാം മദ്യത്തിനും മയക്കുമരുന്നിനും ബാമ്യശാലകൾക്കും ലഹരികൾ അടിമകളായി അനവധി ആളുകൾ തങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ആമേ ക്രിമിനൽ കേസുകൾ അകപ്പെട്ട ആമേ ജയിലുകൾ അടയ്ക്കപ്പെടുമ്പോൾ അങ്ങനെയുള്ളവർക്കൊരു മാനസാന്തരം ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ത്യയൊക്കെ നടുവിൽ കഷ്ടം സഹിക്കുന്ന അനേകായിരങ്ങൾ നിരപരാധികൾ ക്രൂശിക്കപ്പെടുമ്പോൾ കർത്താവേ, ഒരു സമാധാന ജനത്തിന് കൊടുക്കണമായി യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. എത്രയോ വീടുകൾ പട്ടിണിയിലും ദുരിതത്തിലും ദുഃഖത്തിലും കണതിലൂടെ കടന്നു പോകുന്നു. മഹാവ്യാധികളാൽ ജനം ഭാരപ്പെടുന്നു. ഹല്ലേലൂയ. അതിനൊക്കെ വിടുതൽ കൊടുക്കണമേ. മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ രോഗത്തിനും ഒരു ആശ്വാസം. തലവേദനയും ട്യൂമറും കണ്ണുവേദനയും ചെവി വേദന, ടോൺസിലൈറ്റിസ്, തൈറോയ്ഡ് രോഗങ്ങൾ, ചെവിയുടെയും തലയുടെയും പെരയുടെയും ഒക്കെ ബാലൻസ് തെറ്റിയവർ, മൂക്കിൽ ദശ വളരുന്നവർ, മോണ സംബന്ധമായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ, ഹാർട്ടിൻ്റെ ലിവറിൻ്റെ ലെൻസ് സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് വിടിവിക്കണമേ. എല്ലാ നാഡീനരമ്പ് ജോയിൻറ്റുകളിലും എല്ലാ പേശികളിലും രക്തമനുകളിലും വായിരിക്കുന്ന ശിരസ് തൊട്ട് ഉള്ളങ്കാലം മുതൽ വ്യാപരിക്കുന്ന എല്ലാ രോഗത്തിൽ നിന്നും ജനത്തിന് സൗഖ്യം കൊടുക്കണമേ. അവിടുത്തെ അടിപ്പിണരാളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഉദര സംബന്ധമായ, യൂട്രസ് സംബന്ധമായ, കിഡ്നി സംബന്ധമായ എല്ലാ രോഗങ്ങളും, വെരിക്കോസ് അടക്കമുള്ള എല്ലാ ട്യൂമറുകളും ക്യാൻസറുകളും യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ അടിപ്പിണരാളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മാനുഷികമായ കരങ്ങൾ കുറുകിപ്പോകുമ്പോൾ, ഡോക്ടർമാരും വൈദ്യശാസ്ത്രവും പരാജയപ്പെടുമ്പോൾ, ഗിലെയാദിൻ്റെ വൈദ്യനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം ജനത്തിന്മേൽ സംഭവിപ്പാൻ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, രാജ്യത്ത് വളർന്നു വരുന്ന എല്ലാ തീവ്രവാദങ്ങളെയും ദൈവം തുടച്ചു നീക്കണമേ. എല്ലാ ഭീകരവാദികളെയും തുടച്ചു മാറ്റണമേ. എല്ലാ വർഗീയവാദികളെയും തുടച്ചു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അഴിമതിയും കരിഞ്ചന്തയും പുകഴ്ത്തിവെപ്പും പിടിച്ചുപറിയും മോഷണവും ബലാത്സംഗവും പീഡനവും, കർത്താവേ, സ്ത്രീമാഫികൾ, ഭൂമാഫികൾ, ഹല്ലേലൂയ, ബ്ലേഡ് മാഫികളെ, ഉള്ള പലിശക്കാരെ, ഹല്ലേലൂയ, അവരെല്ലാം ദൈവം സന്ദർശിക്കണമെന്നായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമേ, ജനത്തിന് മാനസാന്തരം കൊടുക്കണം. കർത്താവേ, പാപത്തിൻ്റെ വശീകരണം വിട്ട് ജനം മടങ്ങി വന്ന്
നിത്യജീവനെ പ്രാപിപ്പാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഇവിടുത്തെ അബ്കാരികൾക്ക് ദൈവം മാനസാന്തരം കൊടുക്കണമേ. എല്ലാ ബാർ ഉടമകളെയും, എല്ലാ കള്ള് ഷാപ്പ് ഉടമകളെയും, എല്ലാ ബീവറേജ് ഉടമകളെയും കർത്താവെ അവർക്ക് മാനസാന്തരം കൊടുക്കണമെന്നായി പ്രാർത്ഥിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ കർത്താവെ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ജനം അപഹരിച്ചെടുക്കുമ്പോൾ അങ്ങനെയുള്ള അനുഭവത്തിന് ജനം പിടിവിക്കപ്പെടണം. എല്ലാ കൈക്കൂലിയും കോഴയും എല്ലാ കരിഞ്ചന്തയും മുഖട്ടിവെപ്പും മാറുവാൻ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൻ്റെയും പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ സമാധാനം നൽകണം, സന്തോഷത്തെ നൽകണമേ. തകർന്നു കിടക്കുന്ന കുടുംബജീവിതങ്ങൾ യഥാസ്ഥാനപ്പെടുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ, കുടുംബജീവിതം തകർന്നവർ, വിവാഹം നടക്കാതെ ആയിരിക്കുന്ന അനവധി യുവാക്കന്മാർ കർത്താവെ അവർക്കെല്ലാം ഹല്ലേലൂയ ഒരു വിടുതൽ കൊടുക്കണമെന്നായി പ്രാർത്ഥിക്കുന്നു. കടക്കണിയാൽ കടന്നു പോകുന്നവരുണ്ട്, ജപ്തി നടപടി നേരിടുന്നവരുണ്ട്, ഹല്ലേലൂയ വിധമായ പ്രശ്നങ്ങളാൽ പ്രതിസന്ധികളാൽ തകർന്നവരുണ്ട്. ജന്മനാ വൈകല്യമുള്ളവർ, കുരുടന്മാരും ചെകിടന്മാരും മുടന്തരും തളവാത രോഗികളും കുടരും ഊമരുമെല്ലാം സംസാരിച്ച് അവരെല്ലാം സൗഖ്യത്തിലേക്ക് വരുവാൻ യേശുക്രിസ്തുവിൻ്റെ അദൃശ്യമായ കരം നീട്ടുവാൻ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ഡേ കെയർ, LKG, UKG, പ്രൈമറി, UP, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി, കോളേജ് വിഭാഗങ്ങളെ കർത്താവെ കടകളിൽ കിട്ടുന്ന മുട്ടായി മുതൽ സകല സാധനങ്ങളും കുട്ടികളെ ആകർഷിക്കത്തകലിൽ ലഹരികൾ കൊണ്ടുണ്ടാക്കുമ്പോൾ അത് മുഖാന്തരം ഞങ്ങളുടെ എത്രയോ കുഞ്ഞുങ്ങളാണ് തകരുന്നത്. കർത്താവെ, അവർക്ക് ഇതുണ്ടാക്കി കൊടുക്കുന്ന നീചന്മാരെ, ക്രൂരന്മാരെയൊക്കെ ദൈവം സന്ദർശിപ്പാൻ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, അധികാരത്തോട് മല്ലടിക്കുന്നവർ, അധികാരികളോട് മത്സരിക്കുന്നവർക്ക് മാനസാന്തരം കൊടുക്കണമേ. ക്രമസമാധാന പാലകരായിരിക്കുന്ന പോലീസിൻ്റെ വിവിധ സെക്ഷനുകൾക്കായി പ്രാർത്ഥിക്കുകയാണ്. അത് കർത്താവ് എക്സൈസും ഫോറസ്റ്റും ഫയർഫോഴ്സ് അടക്കമുള്ള എല്ലാ വിഭാഗങ്ങളെയും ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് എല്ലാ മേഖലയും ശുദ്ധീകരണം, രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആ മേഖലയിൽ ഒരു വലിയ സമാധാനം കൊടുക്കണമേ. രാജ്യത്തെ കാവൽ ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവയുടെ കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ അവിടെ ജുഡീഷ്യറിക്കായി പ്രാർത്ഥിക്കുകയാണ്. ജുഡീഷ്യറി വിവിധ സെക്ഷനുകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും ഒരു ശുദ്ധീകരണത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അധികാരം ദുർവിനിയോഗം ചെയ്യാതെ കർത്താവെ മനുഷ്യന് പരസ്പര സ്നേഹമുള്ളവരായി തീരണനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എത്രയോ ആയിരക്കണക്കിന് ജനങ്ങളാണ് കണ്ണുനീരിലൂടെ കടന്നു പോകുന്നത്. അതിൻ്റെ നടുവിൽ കർത്താവെ സമാധാനം കൊടുക്കണമേ. ശാപത്തിലും പാപത്തിലും വീട് കിടക്കുന്നവർ, രോഗികളായിരിക്കുന്നവർ, ആഭിചാര, മന്ത്രവാദ, ദുർമന്ത്രവാദ, ദുർസേവ, ദുർഭൂതാരാധനയിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന അനേക ജീവിതങ്ങൾ കർത്താവെ അവർക്കൊക്കെ ഒരു വിടുതൽ ആശ്വാസത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും പാടത്തും പറമ്പിലും പണിയെടുത്ത് ചോര വിയർപ്പാക്കി അവരുടെ അധ്വാന ഫലം ഭവനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ അത് വഴി വെച്ച് പിടിച്ചു വാങ്ങുന്ന അനവധി ചൂതാട്ട കേന്ദ്രങ്ങൾ, അധാർമികമായ കേന്ദ്രങ്ങൾ, അവിടെയെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ദുഷ്ടന്മാരും പാപികളും പരിഹാസികളും ദേശത്ത് പെരുകുമ്പോൾ, അക്രമം പെരുകുമ്പോൾ, ഹല്ലേലൂയ, അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജനത്തിന് സ്വസ്ഥതയും സമാധാനം കൊടുക്കണമേ. ജനം കർത്താവെ മടങ്ങി വരട്ടെ, പാപത്തിൻ്റെ വഴികൾ വിട്ട് മടങ്ങി വരട്ടെ, എല്ലാ ജഡികമായ ജീവിതം വിട്ട് മടങ്ങി വരുവാൻ, ദുർനടപ്പ് വിട്ട് മടങ്ങി വരുവാൻ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും ദൈവവചനം വായിക്കുന്നത് പോലെ കർത്താവേ, ഹല്ലേലൂയ, ജനം ആത്മാവിൻ്റെ ചിന്തയിലേക്ക് മടങ്ങി വരുവാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ലോകവുമ്പാടും സുവിശേഷം വിളിച്ചു പറയുന്ന അനവധി ദൈവദാസന്മാർ അവർ വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ സുവിശേഷത്തോട് എതിർത്ത് നിൽക്കുന്ന സുവിശേഷ വിരോധികൾക്ക്, ഭരണാധിപന്മാർക്ക്, ഭരണതന്ത്രങ്ങൾക്ക് ഒരു മാനസാന്തരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അനവധി ദൈവദാസന്മാർ ഭാരതത്തിൽ ലോകരാജ്യങ്ങളിൽ സുവിശേഷം മുഖാന്തരം ജയിലിൽ കിടക്കുന്നവരുണ്ട്. അവർക്കൊരു മോചനം കൊടുക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അധികാരത്തിൻ്റെ കസേരയിലിരുന്നു കൊണ്ട് മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയാതെ ലോക സുവിശേഷത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ക്രൈസ്തവ വിശ്വാസികളെ, ഹല്ലേലൂയ, വെറും ക്രൂരമായി ഉപദ്രവിക്കുന്നവർ, അനവധി കന്യാസ്ത്രീകൾ, അനവധി പുരോഹിതന്മാർ, കർത്താവെ, അനവധി ദൈവദാസ്യന്മാർ വെറും മൃഗീയമായി ഉപദ്രവിക്കപ്പെടുമ്പോൾ ഞങ്ങൾ ഇന്ന് പകൽ കർത്താവെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സമാധാനം കൊടുക്കണമേ. ലോകമെമ്പാടുമുള്ള തീവ്രവാദത്തെ ദൈവം നീക്കം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സാത്താനി ആരാധന എല്ലായിടത്തും പെരുകുമ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലും സാത്താനി ആരാധന പെരുകുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവെ ജനത്തിന് വിടുതൽ കൊടുക്കണമേ. ഓൺലൈനിലൂടെ സാത്താനി ആരാധനയിൽ കുടുങ്ങി അനവധി ആളുകൾ, അതുപോലെ കർത്താവെ യൂട്യൂബിലും ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെയും വിവിധമായ മ്ലേച്ഛ രീതികൾ, അശ്ലീലമായ ചിത്രങ്ങൾ അതിലകപ്പെട്ട്
കർത്താവെ, ആയിരിക്കുന്ന അനവധി ആളുകൾ, അവർക്കൊക്കെ ഒരു മനസ്സാന്തരം കൊടുക്കണമേ. അനവധി ആളുകളെ വശീകരിക്കുന്ന, നശിപ്പിക്കുന്ന, എല്ലാം അശ്ലീലമായ ചിത്രങ്ങൾ പുറപ്പെടുവിക്കുന്നവരെയും അത് ചെയ്യുന്നവരെയും അത് പരസ്യം ചെയ്യുന്നവരെയും ദൈവം സന്ദർശിക്കേണ്ടതായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഗുണ്ടാ സംഘങ്ങളെയും കൊട്ട സംഘങ്ങളെയും കർത്താവെ, എല്ലാവരെയും ദൈവം സന്ദർശിക്കണമേ. എല്ലാ കൊള്ളസങ്കേതങ്ങളെയും ദൈവം സന്ദർശിക്കേണ്ടതായി പ്രാർത്ഥിക്കുകയാണ്. ദൈവമില്ല എന്ന് പറയുന്ന മൂടന്മാർ, നിരീശ്വരവാദി, യുക്തിവാദികൾ, ഹല്ലേലൂയ, ദൈവത്തോടും മത്സരിക്കുന്നവർ, ഇവർക്കൊക്കെ ഒരു മാനസാന്തരം കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ലോക സമാധാനത്തിലേക്ക് മടങ്ങി വരട്ടെ, ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരട്ടെ. മതത്തിൻ്റെ പേര് പറഞ്ഞ്, രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ്, ജാതിയുടെ പേര് പറഞ്ഞ്, നിറത്തിൻ്റെ പേര് പറഞ്ഞ്, വിദ്യാഭ്യാസത്തിൻ്റെ പേര് പറഞ്ഞ്, സമ്പത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പേര് പറഞ്ഞ് തമ്മിലടിക്കാതെ കർത്താവേ, ജനം മടങ്ങി വന്ന് മാനസാന്തരപ്പെടുവാൻ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വം വെളിപ്പെടണമേ. എല്ലാ മേഖലയിലും ഒരു ശുദ്ധീകരണത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യൻ മുഴുവൻ പാപത്തിൽ വീണ് പാപത്തിൽ നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊരു വിടുതലിനായി പ്രാർത്ഥിക്കുന്നു. സയൻറ്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർക്ക് മാനസാന്തരം കൊടുക്കുവാൻ കർത്താവിയുടെ കേരളത്തിലെ 14 ജില്ലകളെയും, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കായി പ്രാർത്ഥിക്കുന്നു. 3.25 കോടി ജനങ്ങളും തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ, അന്യസംസ്ഥാന തൊഴിലാളികൾ, ഹല്ലേലൂയ, മാനസാന്തരപ്പെടാനായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ത്യയുടെ 29 സംസ്ഥാനങ്ങളെയും 7 കേന്ദ്രപ്രദേശങ്ങളിലായി 6 ലക്ഷത്തിലധികം ഗ്രാമങ്ങളിലായി 800 കോടിയിലധികം ജനത്തിൻ്റെ വിടുതലിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ലോകരാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങളെ ഒരിക്കലും ഓർക്കുന്നു. തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക് രാജ്യങ്ങളിലാണ് 800 കോടിയിലധികം ജനത്തിനായി കർത്താവേ, സകല ജനങ്ങളും പരസ്പരം മനസ്സാന്തരപ്പെടുവാൻ, പരസ്പരം സ്നേഹിപ്പാൻ, വിദ്വേഷം പകർത്താതെ, ഹല്ലേലൂയ, ജനം ഒന്നായിട്ട് മടങ്ങി വന്ന് സഹോദര സ്നേഹത്തിലേക്ക് വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ ക്രൂരവും നീചവുമായ കുലപാതകങ്ങൾ, വാണിഭങ്ങൾ, ഹല്ലേലൂയ, അക്രമങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, കുഞ്ഞുകുട്ടികൾക്ക് മുതിർന്നവർക്ക് പോലും റോഡിൽ സഞ്ചരിക്കാൻ കഴിയാത്ത വിധത്തിൽ അത്രമാത്രം അക്രമങ്ങളും അധാർമികതയും പെരുകുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവേ, ഒരു ശുദ്ധീകരണത്തിനായി അടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ജനം മടങ്ങി വരട്ടെ കർത്താവേ, സ്നേഹത്തിലേക്ക്. അപ്പോൾ തന്നെ വീണ്ടും ഒരിക്കലും പ്രാർത്ഥിക്കുന്നു. ഇന്നടിയും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ലോകരാജ്യങ്ങൾക്കകത്ത് യുദ്ധങ്ങൾക്കൊരു അറുതി വരണമേ. ഞങ്ങളുടെ ഗൾഫ് രാജ്യങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരേറെയാണ്, ഞങ്ങളുടെ സ്വന്തക്കാരും ബന്ധക്കാരും ചാറ്റക്കാരും ഞങ്ങളുടെ സഭാവിശ്വാസികൾ. കർത്താവെ, ഞങ്ങളെ അറിയുന്നവരും അറിയാത്തവരുമായി അനേകരുടെ കണ്ണുനീര് ഓരോ ദിവസം കേൾക്കുമ്പോൾ അവർ സഹതാപത്തോടെ സങ്കടത്തോടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ അവരുടെ കണ്ണുനീരും യാചനയും കർത്താവെ കണ്ടുകൊണ്ടിരുന്ന പകൽ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എത്രയോ ഹല്ലേലൂയ, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങളാണ് ഈ യുദ്ധമുഖാന്തരം ഉണ്ടായിരിക്കുന്നത്. പാചകവാദങ്ങളില്ലാതെ എത്രയോ പ്രസ്ഥാനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരുന്നു. ഇങ്ങനെ പോയാൽ കർത്താവേ, മനുഷ്യൻ്റെ ജീവിതം എവിടെ എത്തുമെന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് പകലടിയും കർത്താവേ, മധ്യാഹ്ന സമയത്ത് ഈ നട്ടുച്ച സമയത്ത് അയ്യം വിളിക്കുമ്പോൾ എൻ്റെ ദൈവമേ, ഒരു വിടുതലിനായടിയും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അനവധി ആളുകൾ പ്രാർത്ഥിക്കാനാകാതെ ദൈവവുമായി ബന്ധമില്ലാതെ ഈ ലോകത്തിൻ്റെ ജടികമായി വിളച്ചിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ജപ്തി നടപടി നേരിടുന്നവരുണ്ട്, ഒരു തുണ്ട് ഭൂമിയില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ്. അവർക്കെല്ലാം ഒരു വിടുതൽ കൊടുക്കണമേ. വിദേശ രാജ്യത്ത് കടന്നുപോയി നല്ലൊരു ജോലി കിട്ടാതെ, സാലറി കിട്ടാതെ ഭാരപ്പെടുന്നവർ, യുദ്ധമുഖാന്തരം വിദേശത്തേക്ക് പോകാൻ കഴിയാതെ കുടുങ്ങിപ്പോയവർ, വിദേശത്ത് പോയച്ച് മടങ്ങി വരുവാൻ കഴിയാതിരിക്കുന്നവർ, അവരെയൊക്കെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ്. ഹല്ലേലൂയ. വിദേശ രാജ്യത്ത് കടന്നുപോയി വിസയുടെ കാലാവധി കഴിഞ്ഞു വരും, പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിഞ്ഞു വരുമുണ്ട്. അവരുടെ സാലറി കിട്ടാതെ ഭാരപ്പെടുന്നവർ, നല്ല ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ലഭ്യമല്ലാതെ വളരെ കണ്ണുനീരോടെ കടന്നു പോകുന്ന അനവധി ആളുകളെ ഇന്ന് പകൽ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. തകർന്നു കിടക്കുന്ന എല്ലാ മേഖലയിലും പുതുക്കി പണിയുവാൻ, തകർന്ന് കിടക്കുന്ന മേഖലയെല്ലാം കർത്താവേ ഒരു പുതുക്കത്തിലേക്ക് വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അന്ധകാരത്തിൻ്റെ വ്യാപാരങ്ങളെ ദൈവം നീക്കണമേ, സമാധാനത്തെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു കൂടിയാണ് ലോകരാജ്യങ്ങളുടെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. അധികാരികളും ന്യായാധിപന്മാരും എല്ലാം മാനസാന്തരപ്പെടണം, രാജ്യരാഷ്ട്ര തലവന്മാർ മാനസാന്തരപ്പെടണം. യുദ്ധത്തിനൊരു അറുതി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സകല മഹത്വം എടുക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.